ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പഞ്ചി വാനില പോണ്ട് കേക്കാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ട് തന്നെ തയ്യാറാക്കാം. പോണ്ട് കേക്കിൻ്റെ വിസിലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പോണ്ട് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ആ ഒരു മൈദപ്പൊടിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണും മൈദപ്പൊടി ഒന്ന് മാറ്റിയേക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി മാറ്റിയതിന് ശേഷം അതിൻ്റെ പകരം നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വാനില കസ്റ്റർഡ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കേക്ക് ഒരു ഡെൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് സ്പഞ്ചി ഡെൻസ് ആയി കിട്ടാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ റവ, സാധാരണ ഉപ്പുമാവ് തയ്യാറാക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തെള്ളിയെടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഈ ഒരു ബൗൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. കേക്ക് ടിന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് നമ്മുടെ ബട്ടർ പേപ്പർ ലെവൽ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ ഗ്ലാസ് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതും കൂടെ നന്നായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോണ്ട് കേക്കിൻ്റെ വെസൽ നമ്മൾ റെഡിയാക്കുകയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് നമ്മുടെ ഗ്ലാസും ഗ്രീസ് ചെയ്തതിന് ശേഷം നടുവേ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പോണ്ട് കേക്കിൻ്റെ വെസൽ റെഡിയാവും. അപ്പം നമുക്ക് വാങ്ങാനും കിട്ടും പോണ്ട് കേക്കിൻ്റെ വെസൽ. ഇതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശേഷം നമ്മുടെ ആ ഒരു ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അടിയിൽ ഉപ്പ് ലെയർ കൊടുത്തു ഒരു റിങ് ഇറക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ടിൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഗീയോ ബട്ടറോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതിന് ശേഷം നമുക്ക് 1/4 കപ്പാണ് കിട്ടിയേക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. തിളപ്പിച്ച് തണുത്ത പാലാണ്. ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാരയും എണ്ണയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശ്ശെ, അതായത് പകുതി ആഡ് ചെയ്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കളൂ, നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ റിബൺ കൺസിസ്റ്റൻസിലാണ് റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ശേഷം ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് നമുക്ക് ഇവിടെ കുറച്ച് നട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് ബാദാം, കിസ്മിസ്, നമ്മുടെ പിസ്ത, കാഷ്യൂസ്, ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബൗളിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് റെഡും ഗ്രീനും ടൂറ്റി ഫ്രൂട്ടി ഉണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചുണ്ട് കേട്ടോ. ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ബാറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ അടിയിലോട്ടൊന്ന് പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമനുസരിച്ച് നമ്മുടെ ഈ ഒരു ബാറ്ററിലോട്ട് നമ്മുടെ നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വിസ്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു സ്പാച്ചുല എടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ കേക്ക് ടിൻ എടുക്കാം. കേക്ക് ടിൻ്റെ ആ ഒരു ഗ്ലാസ് എല്ലാം നല്ല കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കിയതിന് ശേഷം നമ്മുടെ ബാറ്ററിൻ്റെ പകുതി ഭാഗം നമുക്ക് ചുറ്റിനും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പതിയെ ഒന്ന് ആ ഒരു ഗ്ലാസ് നീങ്ങാണ്ട് തന്നെ പതിയെ ആ ഒരു വെസലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററി ഇതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം, അതായത് ഹാഫ് പോർഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ടൂറ്റി ഫ്രൂട്ടിയും ബാദാമും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പകുതി ഭാഗം നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നട്ട്സിൻ്റെ ലെയർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്ലാസ്സൊക്കെ നല്ല കറക്റ്റായിട്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ടൂറ്റി ഫ്രൂട്ടി, ബാദാം, പിസ്ത ഈ വകയെല്ലാം നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു വെസലിൻ്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ടീൻ ഇതിലോട്ടൊന്ന് ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 30 to 35 മിനിറ്റ്സ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഫ്ലെയിമിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ കേക്ക് ബേക്ക് ആവുന്നത്. ചിലർക്ക് 40 to 45 മിനിറ്റ്സ് എടുക്കാറുണ്ട്. ഞാനൊരു 35 മിനിറ്റ്സിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു 35 മിനിറ്റ്സിന് ശേഷം നോക്കിക്കോളൂ, നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ ഒരു നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ നൈഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് ടിൻ പുറത്തോട്ട് എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ആദ്യമേ നമ്മൾ ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ടവൽ വെച്ച് ഇതുപോലെ റാപ്പ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിനായി ഒരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റിലോട്ട് നമ്മുടെ ഈ ഒരു കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ട് ഈസി വേയിൽ തന്നെ ഡീമോൾഡായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലിലും സൈഡ്സൊക്കെ ഉള്ള ആ ഒരു ബട്ടർ പേപ്പർ എല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. സൈഡിലെ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നടുവിൽ നിന്ന് ആ ഒരു ഗ്ലാസ് ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡിലോട്ട് പുറത്തോട്ടൊന്ന് എടുക്കാം. ശേഷം ആ ഒരു ബട്ടർ പേപ്പറും കൂടെ എടുത്തതിന് ശേഷം നോക്കിക്കൊള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൈഡ്സും എല്ലാം ഈവൻലി തന്നെ നല്ല ഒരു കളറായിട്ട് തന്നെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ ബേക്ക് ആയിട്ടില്ലേ. നമ്മൾ ഓവനിലൊക്കെ ബേക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നല്ല ഈവൻലി തന്നെ നമ്മുടെ ആ ഒരു ടൂറ്റി ഫ്രൂട്ടി നട്ട്സ് എല്ലാം നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് ഉള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ സൂപ്പറായിട്ട് തന്നെ നമ്മുടെ കേക്ക് നമ്മുടെ പുറമിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു കേക്ക് ബേക്ക് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു പൗണ്ട് കേക്ക് തയ്യാറാക്കിയില്ലേ, നല്ല ടേസ്റ്റിയാണ്. ഒരു ടീ ടൈം കേക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഒരു ഫംഗ്ഷനിലൊക്കെ നമുക്ക് കേക്ക് കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് തയ്യാറാക്കാം. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുത്തു വിടാം. അപ്പോൾ വളരെ ടേസ്റ്റി, നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ളൊരു ഈ ഒരു വാനില സ്പഞ്ചി പൗണ്ട് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടെസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.